ഹായ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഒരു വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സംഭവം കൊണ്ടുവരാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ളൊരു അനൗൺസ്മെൻ്റ് കൂടെയാണത്. മഹാഭാരതം എന്ന ഇതിഹാസത്തിനെ അടിസ്ഥാനമാക്കി ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ചെയ്തു. കുറച്ച് കാലം കൊണ്ട് ആ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പല കണ്ടൻറ്റുകളും തൽക്കാലത്തേക്കൊന്ന് കുറച്ച് വെച്ചിട്ട് കുരുക്ഷേത്രം എന്നൊരു സീരീസ് തന്നെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എന്നാൽ ഈ മഹാഭാരതത്തിൻ്റെ കണ്ടൻറ്റുകൾ ഞാൻ ചെയ്തു തുടങ്ങിയ സമയം മുതൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കമൻ്റ് ഉണ്ട്, മഹാഭാരതം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന്. നിങ്ങളുടെ ആ കമൻറ്റുകൾ എനിക്കൊരു പ്രചോദനമായിരുന്നു. എന്നാൽ അതെനിക്കൊരു വെൽവിഷിങ്ങും കൂടെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം മഹാഭാരതം എന്ന ഇതിഹാസവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചതും. അതെ, നിങ്ങളുടെ പിൻബലം കൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പുസ്തകം കൊണ്ടുവരാൻ പോവുകയാണ്. വ്യാസമഹാഭാരതത്തെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിലൂടെ സഞ്ചരിപ്പിച്ച് ഒരു നോവൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആരാണ് ആ കഥാപാത്രം? എനിക്കും എൻ്റെ പബ്ലിഷറായിട്ടുള്ള പാൻഡോറ ബുക്സിനും ആ കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. മഹാഭാരതത്തിൽ ഒരുപാട് മഹായോദ്ധാക്കളുണ്ട്. ആ മഹായോദ്ധാക്കളിൽ ഭയം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില മഹാവീരന്മാരുണ്ട്. ആ മഹാവീരന്മാർക്കിടയിൽ ശരിക്കും ഒരു യോദ്ധാവായ ഒരു മഹാബലനുണ്ട്. ആ മഹാബലനിലൂടെയാണ് ഞാൻ വ്യാസമഹാഭാരതം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ മഹാബലൻ മറ്റാരുമല്ല, രാക്ഷസജിത്ത്, ഗജാന്തകൻ, വായുപുത്രൻ, മൃഗോദരൻ, ഭീമസേനനാണ്. ഭീമസേനൻ എന്ന ആ മഹാബലൻ്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു നോവലിൻ്റെ രൂപത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് വ്യാസമഹാഭാരതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതും ഇവിടെ പലയിടങ്ങളിൽ വ്യാസൻ്റെ മൗനമുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിഹാസത്തിൻ്റെ എലമെൻറ്റുകൾക്ക് ഒരു കോട്ടവും തട്ടാതെ ഇതിഹാസത്തിൻ്റെ എലമെൻറ്റുകൾ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഈ പുസ്തകം വായിക്കുന്ന നിങ്ങൾക്ക് വ്യാസമഹാഭാരതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളുടെ ഒരു ചാറു വായിച്ചതുപോലെ ഉണ്ടാകണം എന്നൊരു നിർബന്ധവും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഞാൻ ഈ പുസ്തകത്തെ സമീപിക്കുന്നത്. അപ്പോൾ മഹാബലൻ ഭീമസേനൻ്റെ ജീവിതകഥയിലൂടെ വ്യാസമഹാഭാരതം സഞ്ചരിക്കുന്ന ഈ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഭീമൻ്റെയും പാണ്ഡവരുടെയും ജീവിതം. ഭീമൻ്റെ ഒരു ജീവിതം എന്ന് പറയുമ്പോഴത്തേക്കും മുഴുവനും ഒരു യാത്രയാണ്, അല്ലേ? പാണ്ഡുവും കുന്തിയും മാദ്രിയും കൂടെ ഹസ്തിനപുരത്തിൽ നിന്ന് വനത്തിലേക്ക് വരുന്നത് മുതലാണ് ഭീമൻ്റെയും പാണ്ഡവരുടെയും ജീവിതം തുടങ്ങുന്നത്. പിന്നീട് വനത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് യാത്ര, ഹസ്തിനപുരത്തിൽ നിന്ന് ദ്രോണരുടെ ഗുരുകുലത്തിലേക്ക് യാത്ര, അവിടെ നിന്ന് തിരിച്ച് ഹസ്തിനപുരത്തിലേക്ക് യാത്ര, ഹസ്തിനപുരത്തിൽ നിന്ന് പിന്നെ അരക്കില്ലത്തിലേക്കുള്ള യാത്ര, അരക്കില്ലത്തിൽ നിന്ന് പിന്നെ വീണ്ടും വനത്തിലേക്കുള്ള യാത്ര, വനത്തിൽ നിന്ന് തിരിച്ച് ഹസ്തിനപുരത്തിലേക്കുള്ള യാത്ര, ഹസ്തിനപുരത്തിൽ നിന്ന് ഗാണ്ഡവപ്രസ്ഥത്തിലേക്കുള്ള യാത്ര, അത് പിന്നെ ഇന്ദ്രപ്രസ്ഥമാക്കാനായിട്ടുള്ള യാത്ര, അതിനുശേഷം വീണ്ടും ഹസ്തിനപുരത്തിലേക്ക് വരുന്ന യാത്ര, പിന്നീട് വനവാസത്തിലേക്കുള്ള യാത്ര, പിന്നെ വീണ്ടും ഹസ്തിനപുരത്തിലേക്കുള്ള യാത്ര, അവസാനം ജീവിതം, ഭീമൻ്റെ ജീവിതം, ഈ പാണ്ഡവർ സ്വർഗാരോഹണം നടത്താനായിട്ട് പോകുന്നത് പോലും ഒരു യാത്രയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഭീമൻ്റെ യാത്ര എന്നർത്ഥം വരുന്ന രീതിക്ക് ഭീമായനം എന്നാണ് എൻ്റെ പുസ്തകത്തിന് ഞാൻ പേരിട്ടേക്കുന്നത്. ഭീമൻ്റെ അയനം, ഭീമായനം. ഇത് എൻ്റെ ആദ്യത്തെ ഉദ്യമമാണ്. ആദ്യത്തേത് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ചേർന്ന് എഴുതുന്നൊരു പുസ്തകമാണ്. ഇനിയും കുറച്ച് പേരും കൂടെ അതിലേക്ക് പുസ്തകം എഴുതാനുണ്ട്. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം അതും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ശരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എൻ്റെ ആദ്യത്തെ പുസ്തകമാണിത്. ഇതിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ ഒരു കാര്യവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയാണ്, ഇത് നമ്മൾ ഒരു സീരീസ് ആയിട്ട് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. ആദ്യം ഭീമസേനനെ കുറിച്ച് എഴുതുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അശ്വത്ഥാമാവിനെ കുറിച്ചാണ് പുസ്തകം എഴുതാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതുപോലെ മഹാഭാരതത്തിലെ ടൈറ്റിലറായിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കുറിച്ച് പുസ്തകങ്ങൾ എഴുതണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ പിൻബലം ഉണ്ടായിരിക്കണം. അതും കൂടെ ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അതുപോലെ തന്നെ പിൻബലവും ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഒന്നുകൂടെ പറയുന്നു, ഭീമായനം. മഹാബലൻ ഭീമസേനൻ്റെ ജീവിതകഥ വ്യാസമഹാഭാരതത്തെ അടിസ്ഥാനമാക്കി. ഞാൻ വീണ്ടും നിങ്ങളോടും സർവേശ്വരനോടും നന്ദി പറയുന്നു.